प्रेमकाव्यं स्नेहपूर्वं निनक्काय हेगिडुन्ने प्रेमकाव्यं I'm in love I'm in love I'm in love प्रेमकाव्यं स्नेहपूर्वं निनक्काय हेगिडुन्ने प्रेमकाव्यं തെളിയുന്നു വദനം ഒരു നോക്കു കാണാൻ കൊതിക്കുമെൻ ഹൃദയം എന്നുള്ളിലെന്നും തെളിയുന്നു വദനം ഒരു നോക്കു കാണാൻ കൊതിക്കുമെൻ ഹൃദയം പറയാതെ വയ്യ എന്തേ മോഹം പറയാതെ വയ്യ നാം ഒന്നു ചേരുന്നതെന്നോ സ്നേഹപൂർവം നിനക്കായി ഞാൻ ഹേകിടുന്നേ പ്രേമകാവ്യം സ്നേഹപൂർവം നിനക്കായി ഞാൻ ഹേകിടുന്നേ प्रेमकाव्यं I'm in love I'm in love I'm in love with you
in love, I'm in love, with you. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോ മനിക്കും സ്നേഹം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോ മനിക്കും സ്നേഹം. കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ. നാഥാ നിന്നെ എന്നും വാഴ്ത്തിയിടാം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോ മനിക്കും സ്നേഹം. കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ. നാഥാ നിന്നെ എന്നും വാഴ്ത്തിയിടാം. കിന്നരവും തമ്പുരുവും മീട്ടിടാം, ഇമ്പമായ കീർത്തനങ്ങളെ ഇടാം. ഇന്നുമെന്നും ആനന്ദത്താൽ പാടാം, നിന്റെ നാമം പാവനം, ദിവ്യനാമം പാവനം. എന്നെ പേരു ചൊല്ലി വിളിച്ചു നീ, നിന്റെ മാറിൽ ചേർത്തു നീ. എന്നെ പേരു ചൊല്ലി വിളിച്ചു നീ, നിന്റെ മാറിൽ ചേർത്തു നീ. ഉള്ളിനുള്ളിൽ വചനം പകർന്നു നീ, നിന്റെ പുണ്യപാത തെളിച്ചു നീ. നേർവഴിയിൽ നയിച്ചു നീ, ഈശോയേ പാലകനേ, ഈശോയേ പാലകനേ. കിന്നരവും തമ്പുരുവും മീട്ടിടാം, ഇമ്പമായി കീർത്തനങ്ങളെ ഇടാം. ഇന്നുമെന്നും ആനന്ദത്താൽ പാടാം, നിന്റെ നാമം പാവനം, ദിവ്യനാമം പാവനം. നിന്നെ വിട്ടു ഞാൻ ദൂരെ പോകിലും എന്നെ മറന്നിടില്ല നീ. നിന്നെ വിട്ടു ഞാൻ
ക്ഷണിക്കപ്പെട്ട എല്ലാ ദൈവങ്ങളുടെയും പേരുള്ള സ്വാഗതം
തിരിച്ചറിയാൻ മറ്റു ക്ഷണിക്കപ്പെട്ട ധാരാളം ദൈവദാസന്മാരുണ്ട്. എല്ലാവരും പേര് പറയുവാൻ താല്പര്യപ്പെടുന്ന സമയം മുൻപിലില്ല. അവരെല്ലാം ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും ഈ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ശുശ്രൂഷയിലേക്ക് സ്വാഗതം പറയുകയും ചെയ്യുന്നു. എന്നാൽ ഒരാളെ കുറിച്ച് എടുത്തു പറയുമ്പോൾ ക്ഷമിക്കണം. മണവാളന്റെ പിതാവ് അധ്യാപകൻ, മണവാളന്റെ പിതാവിന്റെ അധ്യാപകൻ, എന്നെ ബൈബിൾ സെമിനാരിൽ ദൈവവചനം പഠിപ്പിച്ച വലിയ ബൈബിൾ സെമിനാരിലെ വളരെ വർഷങ്ങൾ ദൈവവചനം പഠിപ്പിക്കുകയും അസംബ്ലീസ് കൊണ്ട് ശുശ്രൂഷകനായി ഇരിക്കുകയും ചെയ്യുന്ന കർത്താവ് PM എബ്രഹാം. അങ്ങനെ വളരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇതെല്ലാം കർത്താവ് അനുഗ്രഹിക്കുകയും സ്വാഗതം പറയുകയും ചെയ്തു. കൂടാതെ ഈ ക്ഷണം സ്വീകരിച്ച് വന്നെത്തിയ എല്ലാ സ്നേഹിതർക്കും, ബന്ധുക്കാർക്ക്, ചർച്ചക്കാർക്ക്, പ്രിയപ്പെട്ടവർക്ക്, സഭാവിശ്വാസികൾക്ക്, അകലത്തും ദൂരത്തുനിന്ന് വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ കർത്താവായ ക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും സ്വാഗതം അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥയിലായിരിക്കാം. ഇതൊരു ആത്മീക ശുശ്രൂഷയാണ്. വിവാഹം സാധാരണ നിലയിൽ ലൗകികമായ വീക്ഷണത്തിലല്ല നാം അതിനെ കാണേണ്ടത്. സ്പിരിച്വൽ മിനിസ്ട്രി, കാരണം ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടു, ദൈവം തന്നെ കാർമ്മികത്വം വഹിച്ച് ആരംഭിക്കപ്പെടുന്നതുമായ ഒരു ശുശ്രൂഷയായിരിക്കുക. ഇത് ആത്മീക ശുശ്രൂഷയായതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും വളരെ പ്രാർത്ഥനയോടും ദൈവം ഈ പകൽക്കാലം അദൃശ്യയുടെ സാന്നിധ്യത്താൽ അദൃശ്യയുടെ കരങ്ങളാൽ നമ്മെല്ലാവരെയും ആശീർവദിക്കുവാൻ, ശശാല കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ തീരുമാനിക്കപ്പെട്ട ഈ യുവതി യുവാക്കളുമായി കർത്താവ് പ്രത്യേക അനുഗ്രഹിക്കുന്നതിന് എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയായിരിക്കണമെന്ന് ദൈവസ്നേഹത്തില് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. എന്റെ വാക്കുകൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള എല്ലാ ശുശ്രൂഷകൾക്കും ദൈവവചന പ്രസംഗം, ദൈവവചന പ്രഘോഷണം വളരെ അത്യാവശ്യമാണ്. That is the base of every spiritual ministry. അതുകൊണ്ട് ആ ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. വിവാഹത്തെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിലും it's very necessary to hear God's word. അതുകൊണ്ട് തുടർന്നുള്ള ചില വർഷങ്ങൾ ദൈവവചന അടിസ്ഥാനത്തിൽ വിവാഹം എന്താണ്, നിർദ്ദേശം എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവദാസന്മാരും പ്രസംഗിക്കുവാൻ താല്പര്യവും പ്രസംഗിക്കുവാൻ കഴിവുള്ളവരുമാണെങ്കിൽ പോലും സമയത്തിന്റെ പരിമിതിയും സാഹചര്യത്തിന്റെ മനസ്സിലാക്കി അത് ചെയ്യുവാൻ സാധ്യമല്ല. എന്നാൽ രണ്ട് ദൈവദാസന്മാർ ഇന്ന് പകൽക്കാലം വളരെ ചുരുങ്ങിയ നിമിഷങ്ങളിൽ ദൈവവചന അടിസ്ഥാനത്തിൽ ആത്മീകമായ സന്ദേശം വിവാഹത്തോടനുബന്ധിച്ച് നൽകുന്നതായിരിക്കും. ആദ്യമായിട്ട് മണവാളിയുടെ ഭാഗത്തു നിന്ന് അസംബ്ലീസ് ബോർഡിന്റെ ശുശ്രൂഷകനായിരിക്കും അസിസ്റ്റന്റ് സൂപ്രണ്ടായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന മാസ്റ്റർ മാത്യു വർഗീസ്. ദൈവത്തോട് കർത്താവിനെ സ്തുതിക്കുന്നു. തന്നെ മുൻപോട്ട് വന്ന 90 വർഷങ്ങൾ ദൈവവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. ദൈവദാസനെ ക്ഷണിക്കും. സമയത്തിന്റെ പരിമിതികളുണ്ട്. മെയിൻ മെസ്സേജ് മാത്രം ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേഷൻ ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് മാത്യു വർഗീസ് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ദൈവനാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സന്തോഷകരമായ സുദിനത്തിൽ പങ്കുചേരുവാനിടയായത് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. इस खुशी के मौके पर शामिल होने के लिए मुझे जो मौका मिला मैं प्रभु का धन्यवाद करता हूँ. ये मेरी खुशी है. ഇന്ന് വിവാഹിതരാകുന്ന നവവരൻ റോബിൻ, വധു ജൂലി, ഇവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. आज शुभ विवाह में शामिल होने वाला हमारे दूल्हा भाई रोबिन के लिए मैं प्रभु का धन्यवाद करता हूँ. കർത്താവിലെ ശ്രേഷ്ഠ ദാസന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷിച്ചാൽ ഈ വിവാഹ ശുശ്രൂഷ ആസ്വദിക്കുവാൻ കടന്നു വന്ന കർത്താവിലെ ശ്രേഷ്ഠ കൃത്യനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. इस विवाह सेवकाई सपोर्ट करने के लिए यहाँ पर उपस्थित प्रभु के दास को मैं खास करके धन्यवाद करता हूँ, स्वागत करता हूँ. കർത്താവിലെ ദാസൻ ഓർമ്മിച്ചതുപോലെ
എന്നെക്കാളും പ്രാഗൽഭ്യത്തോടെ ദൈവജനം ഘോഷിക്കുവാൻ പ്രാപ്തരായ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. എന്നാൽ അവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവർ മുഴുവനായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. मुझसे ज्यादा काम